എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ചാനലിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായി ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ശ്രീദേവി മുറിയിലിരിക്കുകയാണ്. ഈ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദ് വന്നിട്ട് പറഞ്ഞു, ഇനി നീ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുക. ദേവി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആരെന്നെ എല്ലാരും കൂടെ സംശയിച്ചില്ലേന്ന് ചോദിക്കാം. അത് സാരമില്ല, ഇപ്പോഴും നല്ല എപ്പോഴും അച്ഛൻ ഇങ്ങനെ തന്നെയാ. എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം കുറ്റം വന്നു കഴിയുമ്പോൾ അവന്റെ തലയിലായിരിക്കും. അവനതൊരു ശീലമായി പോയി. അവൻ കേട്ട് കേട്ട് അവന്റെ ശീലമായി പോയെന്ന് പറയാണ്. കുഞ്ഞുനാളും മുതൽ ഇങ്ങനെയായിരുന്നു പറയാ. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എന്നാലും ആരിന് വിഷമായി കാണൂലേ? മിത്രയ്ക്കും നല്ല വിഷമായെന്ന് തോന്നേ. അതുകൊണ്ടല്ലേ മിത്രയുടെ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇതിനകത്ത് ആവശ്യമുള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഞാൻ ശരിക്കും നാണം കെട്ടുപോയെന്ന് പറയണം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പാവം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. ഭർത്താവിനെ കുറ്റക്കാരനെന്ന് മുദ്ര കുത്തി കഴിയുമ്പോഴത്തേനും ഏത് ഭാര്യയാണെങ്കിലും പ്രതികരിച്ചു പോകും. അതുപോലെ തന്നെയാ മിത്ര ഇവിടെ പ്രതികരിച്ചിട്ടുള്ളെന്ന് പറയണം. എല്ലാം ഞാൻ കാരണമല്ലേ, എന്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം ആനന്ദേട്ടാ, നമുക്ക് ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് ലോക്കറി വെക്കാന്ന് പറയണം. ലോക്കറി വെക്കാന്? അതെ, ലോക്കറി വെക്കാന്ന് പറയണം. ശ്രീദേവി തന്റെ അടവങ്ങ് പ്രയോഗിക്കുവാണ്. കാരണം ഈ കാര്യം പറഞ്ഞോണ്ട്, ഈ പേരും പറഞ്ഞോണ്ട് സ്വർണം കൊണ്ട് ലോക്കറി വെക്കുവാണെങ്കിൽ പിന്നെ തനിക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. ഈ വീട്ടിലാരും ആ സ്വർണത്തെക്കുറിച്ച് ചോദിക്കാനും പോകുന്നില്ല. ഇവരൊക്കെ അഭിമാനികളാണ്. അതുകൊണ്ട് തന്റെ സ്വർണം വിൽക്കാനോ പണയം വെക്കാനൊന്നും ഇവരും ചോദിക്കത്തില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. അമ്മ എന്നോട് പറയുകയും ചെയ്തു, സ്വർണം കൊണ്ടേ കൊടുക്ക, ലോക്കറി വെക്കാന്നൊക്കെ. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അത് പിന്നെ പെട്ടെന്ന് അച്ഛനോട് ഒരു വാക്ക് ചോദിക്കാൻ നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ശരി, അച്ഛനോട് ചോദിക്കാം. അച്ഛനോട് ചോദിച്ചിട്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാന്ന് പറയാം. ഇനിയും താമസിപ്പിച്ചു കൂടാന്ന് പറയാം. അമ്മ എന്നോട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ടേക്ക് വരാം, സ്വർണ്ണം അമ്മയുടെ കൊടുത്തു വിട്ടേരെ, അമ്മ കൊണ്ടേ ലോക്കറി വെച്ചേക്കാന്ന് പറഞ്ഞ ആനന്ദേട്ടാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. പിന്നെ നീ ഒരു കാര്യം ഓർക്കണം, ഇവിടെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ ആരും ഇത് എടുക്കാൻ പോകുന്നില്ല. ആരിനൊന്നും ഒരിക്കലും അത്തരക്കാരനല്ല. അച്ഛൻ അങ്ങനെ അറിഞ്ഞാൽ പോലും അറിയാതെ പോലും അവനെക്കുറിച്ച് മനസ്സിലൊരു തെറ്റിദ്ധാരണ പോലും ഉണ്ടാവരുതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ഇല്ല ആനന്ദേട്ടാ, എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ല. പക്ഷെ ഒരു നിമിഷം കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊന്ന് വെപ്രാളപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാന്ന് പറയാണ്. പിന്നീട് മിത്ര നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചൊല്ലുവാണ്. മീനാക്ഷിയുടെ ഇന്ന് ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. തിരക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് വരുന്നുണ്ടെന്ന് പറയാണ്. സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ചെയ്യണമെന്നാ പറഞ്ഞെന്ന് പറയാം. ആ സമയം മിത്ര ചോദിച്ചു, അച്ഛൻ സംസാരിച്ചെന്നൊക്കെ ചോദിക്കാം. സംസാരിച്ചു. ഒരു കാര്യം പറഞ്ഞ് നല്ലതാ, ഉർവശി ശാപം ഉപകാരപ്രദമായെന്ന് പറഞ്ഞ പോലെ അച്ഛൻ ഇങ്ങനെ അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രം അച്ഛൻ എന്നോട് സംസാരിക്കാനൊക്കെ വന്നേ. അതുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല, നല്ല മാറ്റമുണ്ട്. പോരാത്തന് ആകാശിനോട് അച്ഛൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു പറയാ. ഇത് കേട്ടുകൊണ്ട് വന്ന ഗോമതി പറഞ്ഞു, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാ മോളെ, പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലപ്പോ ഇതൊക്കെ നല്ലതിന് വേണ്ടിയായിരിക്കും. ഇനിയിപ്പം നിന്നെ അങ്ങോട്ട് അവർ ക്ഷണിക്കുമായിരിക്കും എന്ന് പറയാം. നിന്നെ മാത്രമല്ല ആകാശിനെ. ഞാൻ പറഞ്ഞില്ലേ, മോളുടെ മനസ്സിന് നന്മയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മോളെ ആകാശിനെ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വിളിക്കൂന്നൊക്കെ പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണേ കുഴപ്പമില്ല, നന്നായിരുന്നു ഒക്കെ പറയണം. അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് അവര് ഹോസ്പിറ്റലിലൊക്കെ പോയി വരുവാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഡിസ്ചാർജ് ആവാറായി രവീന്ദ്രന്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശും മീനാക്ഷിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ബില്ലടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേഴ്സ് വന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, ഞാൻ കൊണ്ടേ ബില്ല് പേ എന്ന് പറയണം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അല്ല ആകാശിന്റെ പൈസ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശാന്തി പറഞ്ഞൊരു കാര്യം ചെയ്യാം, പൈസ ഞാൻ തരാൻ മോനേന്ന് പറയണം. അല്ലമ്മേ, പൈസ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ട്, പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു, വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണം എടുത്ത് കൊടുക്കുകയാണ്. കാരണം ബില്ലിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരുന്നു. അത്രയും ആകാശിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നീട് ആകാശം കൊണ്ട് പണമൊക്കെ അടച്ചു. അതിനുശേഷം മരുന്നൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ആകാശം തന്നെയാണ് ഓടി നടന്ന് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അവർക്ക് കുടിക്കാനുള്ള ചായയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. രവീന്ദ്രൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രവീന്ദ്രന് സന്തോഷമായി. ഒരു പക്ഷേങ്കിൽ ഇവരില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേരം. തന്റെ മോൾക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെ കിട്ടിയിരിക്കുന്നത്. കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവന് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അവന്റെ ജോലിയും കൂലിയെല്ലാം ഉപേക്ഷിച്ച് അവൻ തന്നെ നോക്കാനായിട്ട് വന്നേ. ഈ ആശുപത്രി കടന്ന ദിവസങ്ങളെല്ലാം ആകാശം മീനാക്ഷി അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. രവീന്ദ്രനെ ശാന്തിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക്
അവരെ കുറിച്ച് നല്ലൊരു മതിപ്പാണ് തോന്നുന്നത് ആകാശിനെ കുറിച്ച്. അവൻ നല്ലവനാന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ശാന്തിക്കും. പിന്നീട് അവര് ആകാശിനെ കുറിച്ചും മീനാക്ഷിയെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആവുന്ന ദിവസം പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കൊണ്ടേ വിടാന്ന് പറയണം. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, ഞങ്ങൾ കൊണ്ടേ വിടാ അച്ഛാന്ന് പറയണം. ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു, വേണ്ട മോളെ, കുറച്ച് ദിവസങ്ങളായില്ലേ നിങ്ങൾ ഈ ഓട്ടോ അലച്ചിലും തുടങ്ങിയിട്ടെന്ന് പറയാം. ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണേ. ഇനിയിപ്പോ സർജറി ചെയ്യേണ്ട ദിവസം വന്ന് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് പറയണേ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതേന്ന് പറയാണ്, അത് മതിയെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് എപ്പം വെള്ളം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. അവരൊരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. മോൾക്കിനി എപ്പം വെള്ളം അങ്ങോട്ടേക്ക് വരാം. ആകാശനും കൂട്ടി വേണം വരാൻ എന്നൊക്കെ പറയണം. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിട്ട് മീനാക്ഷി കുറെ കൊതിച്ച വാക്കുകളാണത്. അത് കേട്ടപ്പോൾ മീനാക്ഷിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര അയച്ചിട്ട് ആണ് മീനാക്ഷി ആകാശം കൂടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഈ സമയം ചില തീരുമാനങ്ങളൊക്കെ ആര്യനെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് കാണിച്ചാലും അവസാനം കുറ്റം തന്നെ തലയിലേക്കൊക്കെയാണ് വരുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനും. ഇനിയിപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും താൻ ഇവിടെ കിടന്ന് ഫുഡ് കഴിക്കുന്നതിനും കൂടെ കണക്ക് പറയേണ്ടി വരും. പിന്നീട് അവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആര്യൻ ചെന്നിട്ട് ബാലനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. നിനക്കെന്ത് സംസാരിക്കാനാ? അതെ അച്ഛാ, ഞാനും മിത്ര ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ അന്ത്യം ഉറങ്ങുകയും ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും ഞങ്ങളുടെ ചെലവിനുള്ള പൈസ ഞങ്ങൾ തരണം. ഇത് 6000 രൂപയുണ്ട്. ഇത് പിടിക്കാനും പറഞ്ഞും കൂടെ കൊടുക്കുകയാണ്. 6000 രൂപയോ? ഇത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു, നീ എന്താണ് ആര്യെ പറയണമെന്ന് ചോദിക്കാം. അതേമ്മേ, ഈ പൈസ അച്ഛൻ മേടിക്കണമെന്ന് പറയാണ്. ഞങ്ങളുടെ ചെലവിനുള്ള പൈസയാതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ബാലനൊന്ന് ഞെട്ടി. ബാലൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ബാലൻ ചോദിച്ചു, ഓഹോ, അപ്പം നീ എന്നോട് കണക്ക് പറയാൻ ഞാൻ തുടങ്ങിയോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, കണക്ക് പറഞ്ഞതല്ല, ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആകാശാണെങ്കിലും കുറച്ച് പൈസ വീട്ടിലേക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനന്ദേട്ടനും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒന്നും തരാത്ത ഞാനും മിത്രയല്ലേ. എൻ്റെ ഭാര്യയാണ് മിത്ര. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നതിനോ അച്ഛൻ ചിലപ്പം കണക്ക് പറഞ്ഞാലോ, അച്ഛൻ പറഞ്ഞില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും തോന്നിയാലോ, ഞങ്ങളൊന്നും തരുന്നില്ലെന്നൊരു ചിന്ത വന്നാലോ, അതൊരു കാരണവശാലും പാടില്ല. അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടം ബാലനൊന്ന് ചിരിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഇത് എത്രയുണ്ടെന്ന് പറഞ്ഞ്? 6000 രൂപ. എന്നാ ഒരു കാര്യം ചെയ്യാം. പിന്നീട് ഗോമതി അടിച്ചു, ഗോമതി ഒരു മാസം ഇവിടുത്തെ ചെലവ് എത്രയാന്ന് ചോദിക്കുകയാണ്. ചെലവോ? എന്താ ബാലട്ടെ പറയണെന്ന് ചോദിക്കാം. അല്ല, ഇവൻ 6000 രൂപ തന്നല്ലോ. ഒരു വീടെടുത്ത് മാറി താമസിക്കുകയാണ്, വാടക കൊടുക്കണം, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ എത്ര രൂപ വരുമെന്ന് ചോദിക്കാം. ഗോമതി ഒന്നും മിണ്ടിയില്ല. ആ സമയം ശ്രീദേവിയോട് ചോദിച്ചപ്പോൾ ശ്രീദേവി പറഞ്ഞു, എങ്ങനെ പോയാലും ഒരു 10000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ അടുത്ത് വരുമെന്ന് പറയണം. ബാലൻ പറഞ്ഞു, കേട്ടില്ലേ, ഒരു 8000 അല്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്കെങ്കിലും ഒരു മാസം വരും. അത് ഈ 6000 രൂപ കണ്ട് എന്താവാനാ? ബാക്കി പൈസ എപ്പോൾ തരുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എന്തൊക്കെ ഈ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല പിന്നെ, അതെ, ബാക്കി പൈസ കൂടെ തരണമെന്ന് പറയാണ്. ബാലന് ആദ്യം ഒരു ഞെട്ടലുണ്ടായാലും പിന്നീട് ബാലൻ ആര്യന്റെ മുന്നിൽ പിടിച്ചു വയ്ക്കുകയാണ്. ആര്യൻ പറഞ്ഞു, ബാക്കി പൈസ ഞാൻ പിന്നീട് തരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, എന്താ ആര്യ നീ ഇങ്ങനെയൊക്കെ? ആ പൈസ മേടിക്കണം, അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറയണം. ഗോമതി, അവൻ തന്നതല്ലേ, തന്ന പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ബാലൻ ആ പണം കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് ആര്യൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആര്യന്റെ പുറകെയും കൂടി ചെല്ലുവാണ്. ചെന്നിട്ടിച്ചു, നീ എന്ത് പരിപാടിയാടെ കാണിച്ചേ? ഓഹോ, അച്ഛനോട് കണക്ക് പറയാറായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, കണക്ക് പറഞ്ഞല്ലമ്മേ, എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയാം. നാളെ ഇതൊരു ചോദ്യത്തിനും പറച്ചിലും ഇടവരുത്തില്ലെന്ന് പറയണം. അമ്മയ്ക്കറിയാലോ, മിത്രനെ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാ. ഇനിയിപ്പം നാളെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ പേരിൽ ചിലപ്പോൾ അച്ഛൻ ചോദിക്കും, നീയൊക്കെ എന്താ കൊണ്ടുതരുന്നതെന്ന്. അറിയാലോ, മുമ്പ് ഒരു തവണ അച്ഛനത് പറയുകയും ചെയ്താ. അതുകൊണ്ട് ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഞാനല്ലേ. അപ്പൊ അവൾക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത എനിക്കില്ലേന്ന് ചോദിക്കുക. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക. പിന്നെ ചെയ്യാതെ എന്താ ചെയ്യുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ മിത്രയ്ക്കിരിക്കുമ്പോ അച്ഛന്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ എന്തു പറയുന്നറിയാവോ? നീ നിന്റെ ഭർത്താവ് ഇവിടെ കഴിയുന്നുണ്ടല്ലോ, അതിന് ചെലവ് മൊത്തം ഞാനല്ലേ വഹിക്കുന്നേ, ഇനി നിന്റെ കാര്യങ്ങളും കൂടെ ഞാൻ നോക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന്റെ ആവശ്യം എന്താമേ? അതിന്റെ കാര്യമില്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്താൽ പോരെന്ന് ചോദിക്കുക. ഇത് അങ്ങോട്ടേക്ക് വന്ന മിത്ര കേട്ടു. മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തന്റെ കാര്യത്തിൽ ആര്യൻ ഇത്ര ശ്രദ്ധ എടുക്കുന്നുണ്ടല്ലോ. കാരണം ആര്യൻ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെ വേദനിപ്പിക്കരുത്, തന്റെ മനസ്സൊരിക്കലും വേദനിക്കരുത് എന്ന് കരുതിയിട്ടാണ് ആര്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവന്റെ മനസ്സിൽ നന്മയുണ്ട്. കാരണം ആര്യനറിയാം മിത്ര തനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ജീവിക്കുന്ന പോലും.
കാരണം തനിക്കൊരു ആപത്ത് വന്നപ്പം തന്നെ രക്ഷിക്കാനായിട്ട് മിത്ര ഓടി വന്നതൊക്കെ അതൊക്കെ ആരിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോമതി പറഞ്ഞു, മോനെ ഞാൻ വേണ്ടമ്മേ, അമ്മ കൂടുതലൊന്നും പറയണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയണം. ഗോമതിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ ആരിനത് മൈൻഡ് ചെയ്തില്ല. ആരിന് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മിത്രയാണെങ്കിൽ ആരിനോട് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു, അങ്ങനെ പൈസ കൊടുത്ത് ശരിയാണോ എന്നൊക്കെ. പക്ഷെ എങ്കിൽ ആരിന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് തോന്നി ആരും ചെയ്താൽ ശരിയായിട്ടുള്ള കാര്യം എന്ന്. പിന്നീട് ശ്രീദേവി ആനന്ദും കൂടെ ഇങ്ങനെ മുറിയിലിരിക്കുകയാണ്. ആ സമയം ശ്രീദേവി ആനന്ദിനോട് ചോദിച്ചു, ആനന്ദേട്ട നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേന്ന് ചോദിക്കാം, ആ യാത്ര മുടങ്ങി, ഇനി പോകണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞ്, ആലോചിക്കാം, ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി ഒതുങ്ങിയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഇപ്പൊ പോവാണെ പോണം, ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ, കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ പോകുമ്പോഴല്ലേ അതിന്റെ രസമുള്ളെന്നൊക്കെ ചോദിക്കുക. ആനന്ദ് പറഞ്ഞു, അച്ഛനോട് ഒന്നുകൂടെ ചോദിക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. എന്നുള്ള ആര്യന്റെ ആ ഒരു പറച്ചില് ബാലിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.